കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഷോ ദാറ്റ് sample variance is a consistent estimator of the population variance in the case of normal population, normal, mu, sigma. So sample variance പോപ്പുലേഷൻ വേരിയൻസിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു നോർമൽ പോപ്പുലേഷനാണ് കേട്ടോ. നേരത്തെ കേസിലും നമ്മൾ സാമ്പിൾ മീൻ പോപ്പുലേഷൻ മീനിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണിച്ചില്ലേ, അതും നമ്മളൊരു നോർമൽ പോപ്പുലേഷൻ്റെ കേസിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഈ സാമ്പിൾ വേരിയൻസ്? സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ഇതാണെന്ത് നമ്മൾ സാമ്പിൾ വേരിയൻസ്. എന്താണ് നമ്മൾ പോപ്പുലേഷൻ വേരിയൻസ്? സിഗ്മ സ്ക്വയർ ആണ്. ഇത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. നമ്മൾ കാണിക്കേണ്ടത് ഈ എസ് സ്ക്വയർ എന്ന് പറയുന്ന ഈ സാമ്പിൾ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്നാണ്. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൺസിസ്റ്റൻസിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ആണ്. എന്തൊക്കെയായിരുന്നു കൺസിസ്റ്റൻസിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ്? ഒന്ന്, സഫിഷ്യൻറ്റ് കണ്ടീഷൻ രണ്ടെണ്ണാണുള്ളത്. അതിലൊന്നാമത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എൻ കൺവേർജസ് ടു ഗാമ ഓഫ് തീറ്റ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. രണ്ട്, വേരിയൻസ് ഓഫ് ടി എൻ കൺവേർജസ് ടു 0 ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടി എൻ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ് ഫോർ ഗാമ ഓഫ് തീറ്റ. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റാണ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത് എസ് സ്ക്വയർ സാമ്പിൾ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്നാണ്. സോ അതിൽ നമ്മൾ എന്തൊക്കെ കാണിച്ചാൽ മതി? എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? സിഗ്മ സ്ക്വയറിലേക്ക് ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അതേപോലെ വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? 0 ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഈ രണ്ട് കണ്ടീഷനും നമ്മൾ ഈ കേസിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് സ്ക്വയർ അതായത് സാമ്പിൾ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം? നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു റിസൾട്ട്. ഇതിവിടെ എഴുതാം. എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. ഇതെന്താ ഫോളോ ചെയ്യുന്നത്? ദിസ് ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ്? എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. ദിസ് ഇസ് ഫോളോയിങ് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്താ വരിക? കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. സോ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആകുമ്പം എക്സ്പെക്റ്റഡ് വാല്യൂ n-1 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ. എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ n. ഓക്കെ, സോ സിഗ്മ സ്ക്വയർ ഇൻറ്റു n-1 ബൈ n എന്നുള്ളതിന് നമുക്ക് എഴുതാം n/n 1 പിന്നെ -1/n. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ n-1 ആണെന്ന് കിട്ടി. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി ഇതേപോലെ നമുക്ക് വേരിയൻസ് ഓഫ് എസ് സ്ക്വയറും വേണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? വേരിയൻസ് ഓഫ് എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്തായിരിക്കും? കൈ സ്ക്വയർ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 അല്ലേ. സോ വേരിയൻസ് വരിക 2 ടൈംസ് n-1 എന്നാണ്. സോ എൻ സ്ക്വയർ ബൈ സിഗ്മ പവർ 4 വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ടൈംസ് n-1. സോ വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ടൈംസ് n-1 ഡിവൈഡഡ് ബൈ 2 ടൈംസ് n-1 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഉണ്ടാവും. ഇവിടെ ന്യൂമറേറ്ററിലൊരു സിഗ്മ പവർ 4 ഉണ്ടാവും. ഓക്കെ, സോ 2 പവർ സിഗ്മ പവർ 4 n-1 ബൈ എൻ സ്ക്വയർ. ഞാൻ നീറ്റായിട്ട് എഴുതാം. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എന്താണെന്ന് കിട്ടി? 2 സിഗ്മ പവർ 4 n-1 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി, വേരിയൻസ് ഓഫ് എസ് സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഇവിടെ വന്നിട്ടുള്ളത് സിഗ്മ സ്ക്വയർ ഇൻറ്റു 1 - 1/n എന്നാണ്. ഇത് ഞാൻ വേറെ പേജ് എടുത്ത് നീറ്റായിട്ട് എഴുതി കളയാം. സി, നമുക്ക് കാണിക്കേണ്ടത് സാമ്പിൾ വേരിയൻസ്
പോപ്പുലേഷൻ വേരിയൻസിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്നാണ്. സാമ്പിൾ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്നാണ്. സാമ്പിൾ വേരിയൻസിന് S² എന്നും പോപ്പുലേഷൻ വേരിയൻസിന് σ² എന്നുമാണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കാറ്. സോ വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് സാമ്പിൾ വേരിയൻസ് ഇസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ പോപ്പുലേഷൻ വേരിയൻസ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിസ്റ്റൻസിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് Tn converges to gamma of theta as n tending to infinity and variance of Tn converges to 0 as n tending to infinity. Okay, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ we can say that Tn is a consistent estimator for gamma of theta. ഓക്കെ, സോ ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് സാമ്പിൾ വേരിയൻസ് S² എന്താണ് ഗാമ ഓഫ് തീറ്റയ്ക്ക് കൺസിസ്റ്റൻ്റ് ആണെന്നാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് S² എങ്ങോട്ടേ കൺവേർട്ട് ചെയ്യണം? ഗാമ ഓഫ് തീറ്റയല്ല, പോപ്പുലേഷൻ വേരിയൻസ് σ². നമുക്ക് വേണ്ടത് സാമ്പിൾ വേരിയൻസ് S², പോപ്പുലേഷൻ വേരിയൻസ് σ²ൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്നാണ്. സോ നമ്മൾ എന്ത് കാണിച്ചാൽ മതി? എക്സ്പെക്റ്റേഷൻ ഓഫ് S² σ² കൺവേർട്ട് ചെയ്യും ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നും, വേരിയൻസ് ഓഫ് S² എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഇത് രണ്ടും കൂടെ കാണിച്ചാൽ മതി. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു റിസൾട്ട് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ പ്രീവിയസ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് n² ഇതെന്താ ഫോളോ ചെയ്യുക? ദിസ് ഫോളോസ് chi² വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് n²/σ² എന്തായിരിക്കും? അതായത് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും എന്നാണ്. ഈ n²/σ² chi² ആണ് ഫോളോ ചെയ്യുന്നത് വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ n-1 ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് S² കണ്ടുപിടിക്കാമല്ലോ. എക്സ്പെക്റ്റേഷൻ ഓഫ് S² എന്ന് പറയുന്നത് n-1 σ² ഡിവൈഡഡ് ബൈ n ആണ്. ദാറ്റ് ഈസ് n-1 ഡിവൈഡഡ് ബൈ n എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? σ² ഇൻറ്റു n/n 1 മൈനസ് 1/n. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് S² കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വേരിയൻസ് ഓഫ് S² ആണ്. അതിനും നമ്മൾ എന്ത് ചെയ്യുക? വേരിയൻസ് ഓഫ് n²/σ². നമുക്ക് എന്തറിയാം? n²/σ² ഫോളോ ചെയ്യുന്നത് chi² വിത്ത് n-1 ആണ്. സോ അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ടൈംസ് n-1 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേരിയൻസ് ഓഫ് S² കണ്ടുപിടിക്കണം. സോ ഈ n വേരിയൻസിൻ്റെ പുറത്തേക്ക് വരുമ്പം n², σ² വേരിയൻസിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ σ⁴, പിന്നെ വേരിയൻസ് ഓഫ് S², ഇത് 2 ടൈംസ് n-1. സോ വേരിയൻസ് ഓഫ് S² എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് n-1 ഇൻറ്റു σ⁴ ഡിവൈഡഡ് ബൈ n². ഇപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് S² കിട്ടി, വേരിയൻസ് ഓഫ് S² കിട്ടി. ഇനി നമ്മളെ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് എന്താണ്? ആദ്യത്തേത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് S² നോക്കുക. എന്താ വരുന്നത്? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് S²ൻ്റെ വാല്യൂ ഉള്ളത് σ² ഇൻറ്റു 1 - 1/n ആണ്. സോ σ² ഇൻറ്റു 1 - 1/n. സോ ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പം ഈ 1/n എന്നുള്ള ടേം ഡിസപ്പിയർ ആവുമല്ലോ. പിന്നെ ബാക്കിയുള്ളത് σ² ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ് S² എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? σ² ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. രണ്ടാമത്തെ കണ്ടീഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് S². അതായത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി വേരിയൻസ് ഓഫ് S² എന്താ വന്നത്? 2 σ⁴ n-1 ഡിവൈഡഡ് ബൈ n². 2 σ⁴ n-1 ഡിവൈഡഡ് ബൈ n² അല്ലേ? 2 σ⁴ n-1 ഡിവൈഡഡ് ബൈ n². ഇതാണ് വേരിയൻസ് ഓഫ് S²ൻ്റെ വാല്യൂ. അതും നമ്മൾ എന്ത് ചെയ്തു? എടുത്തെഴുതി. ഇനി നമുക്ക് ഈ വാല്യൂ 0 കൺവേർട്ട് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവും. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു n നമ്മൾ പുറത്തെടുത്ത് വിചാരിക്കുന്നതിന് ലിമിറ്റ് കണ്ടു നോക്കുക.
ഇൻറ്റു ഇൻഫിനിറ്റി ടു സിഗ്മ പവർ 4 ഒരു n പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 1 - 1/n ഡിനോമിനേറ്ററിൽ n സ്ക്വയർ ന്യൂമറേറ്ററിൽ n ക്യാൻസലായി എന്നാലും ഡിനോമിനേറ്ററിൽ ഒരു n ശേഷിക്കുന്നുണ്ട്. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഡിനോമിനേറ്ററിൽ ഒരു n ഉണ്ട്. സോ ഈ ലിമിറ്റ് 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി? വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ എങ്ങോട്ടേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. സോ ഒന്നാമത്തെ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ കൺവേർജസ് ടു സിഗ്മ സ്ക്വയർ ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത്തെ കണ്ടീഷനായിട്ടുള്ള വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ കൺവേർജസ് ടു 0 ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇതും സാറ്റിസ്ഫൈഡ് ആണ്. ദെയർഫോർ എസ് സ്ക്വയർ ഇസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഓക്കെ, എസ് സ്ക്വയർ എന്ന് പറയുന്നത് സാമ്പിൾ വേരിയൻസ് ആണ്. സാമ്പിൾ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ.